മത്സരിക്കാൻ കോടികൾ വേണമെന്നും അതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും PV അൻവർ അറിയിച്ചിരിക്കുന്നു. തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നും കയ്യിൽ ഒരു ചുക്കുമില്ല എന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ മൂലക്കിരുത്താനാണ് പലരുടെയും ശ്രമം. ലക്ഷങ്ങൾ വരുമാനമായി ഉണ്ടായിരുന്നുവെന്നും അൻവർ ഇന്ന് വട്ടപൂജ്യമാണെന്നും അൻവർ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പ്രതികരണത്തിലേക്ക്. ഞാനിനിയില്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. നിലമ്പൂരിലെ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനവലപ്പോൾ കൂടിയ ഷറിങ്ങൾ. ശിവദാസ് കൺമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, അൻവർ കഴിഞ്ഞ മണിക്കൂറിൽ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് മാത്രമല്ല, UDF-ലേക്ക് ഇനിയില്ല എന്നുകൂടി അൻവർ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു നേതാക്കളും തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നും തൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് താൻ ഇലക്ഷന് നിൽക്കാത്തതെന്നും അൻവർ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ കുറച്ചു നാളത്തെ ആശങ്കകൾക്കും അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് ഇപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി UDF-ൻ്റെ ഭാഗമാകാനുള്ള നീക്കമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പല വാതിലുകളും മുട്ടിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ അദ്ദേഹം പോയി കണ്ടിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ ഫലമായില്ല, അല്ലെങ്കിൽ അത് ഫലിച്ചില്ല എന്ന് തന്നെയാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ ഇന്ന് രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി താൻ UDF-ലേക്ക് ഇല്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നേരത്തെ UDF-ൻ്റെ അസോസിയേറ്റ് അംഗമാക്കാം എന്നൊരു നിർദ്ദേശമാണ് UDF-ലെ നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അസോസിയേറ്റ് അംഗവും വേണ്ട, ഇനി UDF-ലേക്ക് തന്നെ താൻ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ എന്ന ഒരു ഒറ്റ നേതാവാണ് തൻ്റെ ഈ ഒരു പ്രവേശനം നിഷേധിച്ചത് എന്നുകൂടി അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും അദ്ദേഹം കൃത്യത വരുത്തിയിട്ടുണ്ട്. ഇനി താൻ മത്സര രംഗത്തേക്കില്ല, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പണം വേണം. അതിനുള്ള പണം തൻ്റെ കയ്യിലില്ല. താൻ ഇപ്പോൾ വട്ടപൂജ്യമാണ്. തനിക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. പല സ്ഥാപനങ്ങളും തൻ്റെ സ്വന്തം ആയുള്ള പല സ്ഥാപനങ്ങളും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നത്. താനിപ്പോൾ കടം വാങ്ങിയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന് PV അൻവർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ താൻ ഇനി മത്സരിക്കുന്നില്ല. കോടികൾ വേണം മത്സരിക്കാൻ. താൻ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൻ്റെ കയ്യിലുള്ളതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. രണ്ടു കൂട്ടരും തന്നെ ഞെക്കിപ്പിഴിയുകയാണ് എന്നാണ് PV അൻവർ വൈകാരികമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അനിശ്ചിതത്വത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് അൻവറിൻ്റെ ഇന്നത്തെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ അൻവർ പെരുവഴിയിൽ ആയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, LDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ രൂക്ഷമായി വിമർശിച്ച് വിവിധ വകുപ്പുകളെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. LDF-ൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് MLA ആയത്. 2 തവണ നിലമ്പൂരിലെ MLA ആയിരുന്നു PV അൻവർ. അതിനുശേഷം ചില വിഷയങ്ങളിൽ അദ്ദേഹം LDF-മായി തെറ്റുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം രൂക്ഷമായി വിമർശിച്ചു. ഇനി പിണറായിസത്തിന് താൻ എതിരാണ്, പിണറായിസത്തെ തകർക്കുന്നതിന് വേണ്ടി താൻ എന്തും ചെയ്യും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ UDF-ൻ്റെ ഭാഗമാകാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷമാണ് പിന്നീട് DMK എന്നൊരു സംഘടന PV അൻവർ രൂപീകരിച്ചത്. ഇങ്ങനെ പല സമയത്തും വ്യത്യസ്തമായ നിലപാടുകളാണ് PV അൻവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ UDF-ലുള്ള പല ആളുകളും അവരുടെ യോഗം ചേരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. പല സമയങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ നിലപാട് തുടരുകയാണെങ്കിൽ അത് UDF-ന് തിരിച്ചടിയാകും എന്നൊരു തീരുമാനം UDF-ൻ്റെ ചില നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇപ്പോൾ നിലവിൽ UDF-ൽ PV അൻവറിനെ ചേർക്കാത്തത് എന്നാണ് UDF-ൻ്റെ നേതാക്കൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് താൻ അംഗീകരിക്കില്ല എന്നും PV അൻവർ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് UDF-ൻ്റെ പൊതുവായ ഒരു തീരുമാനമാണ്. അവർ പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇതോടെ അൻവർ കൂടുതൽ ഇടയുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അതിനുശേഷവും
പി വി അൻവർ UDFിൻ്റെ ഘടകകക്ഷിയാകാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ചില സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ച് AP സുന്നി വിഭാഗം നേതാക്കളെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെയും കൂട്ടുപിടിച്ച് UDFിനെ ഘടകകക്ഷിയാക്കാനുള്ള ഒരു നീക്കം പി വി അൻവർ നടത്തിയിരുന്നു. പിന്നീട് അതിൻ്റെ അവസാനഘട്ട ചർച്ച എന്ന രീതിയിൽ ഇന്നലെ ഓൺലൈൻ ചർച്ച UDF നേതാക്കൾ തമ്മിൽ നടന്നിരുന്നു. അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിലും ഒരു തീരുമാനം ആയില്ല. അതോടെയാണ് ഇന്ന് അൻവർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്.